കേട്ടോടെ ഇല്ല പറ്റ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്റെ വീട്ടിൽ അമ്മയുണ്ടോ? അമ്മൂമ്മയുണ്ടോ? അമ്മൂമ്മ. ഇവരെന്നും ആരാ കൊണ്ടുപോകണ്ടേ? ബസ്സിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ വഴി കൈ കാണിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബസ് നിർത്താതെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ബസ് നിർത്താതിരുന്നത്? എന്റെ വണ്ടി ബാക്കിൽ നിന്ന് ഒക്കെ പൊക്കോട്ടെ, എന്റെ വണ്ടി പലതും പൊക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ആ ഒരു വല്യമ്മ പ്രായമുള്ള സ്ത്രീയാണോ? അല്ലെങ്കിൽ റോഡിന് പൊക്കം കൂടാതെ വണ്ടി നിർത്താതെ പോകാനോ? അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കിളിയൊക്കെ ഇല്ലേ? അവർ സഹായിക്കണം. കിളിയില്ല, സഹായിക്കണം, പിടിച്ചു കയറ്റണം. ഇത്രയും പ്രായമുള്ള ഒരു അമ്മൂമ്മയെ ഞാൻ ചോദിച്ചത് നീ പഴയ കഥയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ നീ കയറ്റാതാണോ പോയത്? രണ്ട് സൈഡും ആവട്ടെ, അപ്പുറത്തും ആവട്ടെ, ഒരു നിർത്താൻ പറ്റുന്ന നീ അതിനൊന്നും ന്യായീകരണമില്ല. അപ്പുറം ഇപ്പുറം ഓട്ടോ ഉണ്ടാവും, പോലീസ് ഇപ്പൊ ഉണ്ടോ? ഇത് നീ ക്രിമിനൽ കേസ് പ്രതിയൊന്നുമല്ല. നിന്റെ ജോലി റോഡിൽ നിൽക്കുന്ന ആൾക്കാരെ, ബസ് കാണുമ്പോ കൈ കാണിക്കുന്ന ആൾക്കാരെ കയറ്റുക എന്നുള്ളതാണ്. നീ ഇപ്പൊ ഒരു ചെറുപ്പക്കാരനെ കയറ്റാതെ പോയെങ്കിൽ ഞാൻ ഒന്നും പറയുന്നത് ചിലപ്പോ അത് ചിലപ്പോ നിന്റെ എന്തൊരു സാഹചര്യം. പക്ഷെ നീ ഒരു 70 വയസ്സ് അവർക്ക് കാണത്തില്ലേ? ഒരു 70 വയസ്സ് കാണത്തില്ലേ സ്ത്രീ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത്ര ഒരു സ്ത്രീ അവരെ ചിലപ്പോ ആശുപത്രി പോകാനോ നടുവേദനയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കാം അവരെ കൊണ്ടുപോകത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് സാമൂഹ്യ എന്താ പ്രതിബദ്ധത? അത്രയൊക്കെ വേണം നമുക്ക്. നിങ്ങളുടെ വണ്ടി ഞാൻ നേരത്തെ പിടിച്ചിട്ടുണ്ടോ? ഞാൻ വന്നിട്ട് ഒരു വർഷം ഏതെങ്കിലും വണ്ടി നിങ്ങളെ പിടിക്കോ ബുദ്ധിമുട്ടിക്കോ ചെയ്തിട്ടുണ്ടോ? അല്ലെ നല്ല വ്യക്തിവിരോധമുണ്ടോ? ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഇപ്പൊ നിങ്ങളെ പിടിച്ചേക്കുന്നത് ആ ഒരു 70 വയസ്സുള്ള സ്ത്രീയെ കയറ്റാതെ പോകുന്നത് അത്രയും കാണിച്ച തോന്നിവാസം സഹിക്കാൻ പറ്റില്ല എനിക്ക്. നിന്റെ വീട്ടിൽ അമ്മയുണ്ട്, എന്റെ വീട്ടിൽ അമ്മയുണ്ട്. അവരൊന്നും വെറുതെ തമാശയ്ക്ക് വീട്ടിൽ വെളിയിൽ ഇറങ്ങി പോകുന്ന ആൾക്കാരുമല്ല. ആണോ? നിന്റെ വീട്ടിൽ അമ്മൂമ്മ ഒരു കാര്യമില്ല, ചുമ്മാ വെളിയിൽ ഇറങ്ങി പോവും. ഒരു ബസ് കയറി കൈ കാണിച്ചോളിലും പോവും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടല്ലേ അത്? അല്ലെ, ഒരു പ്രായം കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടല്ലേ അത്? അപ്പൊ അവരെ സഹായിക്കാൻ പറ്റണം നമുക്ക്. അതല്ലെങ്കിൽ അതിന് ഒരു നിങ്ങളിടുന്നേ ഞാനിടുന്നേ കാക്കിയാണ്. എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം സാമൂഹ്യ പ്രതിബദ്ധത. അതില്ലാതെ പറ്റില്ല. മാക്സിമം അല്ല, പൂർണ്ണമായിട്ടുമാണ് പറഞ്ഞത്. മാക്സിമം അല്ല, പൂർണ്ണമായിട്ടും.